നിലമ്പൂർ ഡിഎഫ്ഒ ഓഫീസ് ആക്രമണക്കേസിൽ പി.വി. അൻവർ എം.എൽ.എക്ക് ജാമ്യം. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം, 50,000 രൂപയുടെ 2 പേരുടെ ആൾജാമ്യം, 35,000 രൂപ കെട്ടിവെക്കണം എന്നിവയാണ് ജാമ്യ വ്യവസ്ഥകൾ. വിപിൻ സി വിജയൻ വിശദാംശങ്ങളുമായി. വിപിൻ, നേരത്തെ അഭിഭാഷകനാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് ഉപാധികളൊന്നുമില്ലാതെയുള്ള ജാമ്യമെന്ന്. പക്ഷേ അതങ്ങനെയല്ല. മറ്റൊന്ന്, എം.എൽ.എയുടെ സാന്നിധ്യത്തിലും പ്രേരണയിലും ആണ് ഈ പൊതുമുതൽ നശിപ്പിക്കൽ നടന്നിട്ടുള്ളത് എന്ന റിമാൻഡ് റിപ്പോർട്ട്, അതിന് തെളിവില്ല എന്ന് കൂടി കോടതി പറയുമ്പോൾ എന്താണിന്നിപ്പോൾ ഈ സംഭവവികാസങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്? ഇത്ര തിടുക്കപ്പെട്ട് ഈ തരത്തിലേക്ക് നാടകീയമായി ഇന്നലേക്ക് ഒരു അറസ്റ്റ് നടത്തിയതിന്റെ ആവശ്യമില്ലായിരുന്നു എന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയാണോ? അനുജ, അതിശക്തമായിട്ടുള്ള വാദപ്രതിവാദമാണ് പി.വി. അൻവറിന്റെ കേസുമായി ബന്ധപ്പെട്ട നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഇത്ര അടിയന്തരമായിട്ടുള്ള ഒരു അറസ്റ്റ്, അതിനുശേഷം തന്നെ മജിസ്ട്രേറ്റ് മുൻപിൽ ഹാജരാക്കുന്നു, അപ്പോൾ റിമാൻഡിലാകുന്നു, രാത്രി തന്നെ തവനൂർ ജയിലിലേക്ക് മാറ്റുന്നു. ഈ ഒരു അടിയന്തര സ്വഭാവം ഇതിലില്ല എന്നുള്ളത് തന്നെയാണ് കോടതിയുടെ ഒരു കണ്ടെത്തൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപാണ് ഈ ഒരു ജാമ്യ ഉത്തരവുമായിട്ട് തവനൂർ ജയിലിലേക്ക് ബന്ധുക്കൾക്ക് പോകാൻ സാധിച്ചത്. കാരണം ഇവിടെ കറണ്ട് ഇല്ലാത്തൊരു പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഈ വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 35,000 രൂപ കെട്ടിവെക്കണം എന്നുള്ളതായിരുന്നു ജാമ്യ വ്യവസ്ഥയിൽ ഒരു കാര്യമുള്ളത്. 35,000 രൂപ അവർ കെട്ടിവെച്ചു എന്നുണ്ടെങ്കിലും അത് സിസ്റ്റത്തിലേക്ക് അപ്ലോഡ് ആവുന്നതിനും അതിൻ്റെ വിവരങ്ങൾ രേഖയായി മാറുന്നതിനും ഒക്കെയുള്ളൊരു കാലതാമസം വന്നിട്ടുണ്ട്. അപ്പോൾ 7 മണിവരെയാണ് സാധാരണ ജയിലിലേക്ക് ഈ ഒരു ജാമ്യ ഉത്തരവ് എത്തേണ്ട ഒരു സമയമുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് ഒരു മെയിൽ ഇൻറ്റിമേഷൻ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 9 മണിവരെ കാത്തു നിൽക്കുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബന്ധുക്കൾ ഉൾപ്പെടെ പോയിരിക്കുകയാണ്. അപ്പോൾ 9 മണിക്ക് മുൻപ് തവനൂർ സബ് ജയിലിലേക്ക് എത്തണം. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ രാത്രി ഒരു വലിയ ആഘോഷത്തോടു കൂടി തന്നെ ഒതായിലെ വീട്ടിലേക്ക് പി.വി. അൻവർ എത്തിച്ചേരും എന്നുള്ളതാണ്. ഇപ്പോൾ 16 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു റിമാൻഡിലായിട്ട് തവനൂർ സെൻട്രൽ ജയിലിലേക്ക് അദ്ദേഹം എത്തുകയും ചെയ്തിട്ട്. വലിയ രാഷ്ട്രീയ കോലിളക്കം, വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇന്ന് തന്നെ ഈ പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത വിരളമെന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിപിൻ? കാരണം അത് ഇമെയിലായി അയച്ചാൽ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു ജയിൽ അധികൃതർ. അങ്ങനെയെങ്കിൽ അത് എത്താനുള്ള സാധ്യതയില്ല 7 മണിക്ക് മുൻപ്, അല്ലേ? ഇല്ല, മെയിൽ അയച്ചതിന് ശേഷം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ 7 മണി എന്നുള്ളത് ഒരു സമയ തടസ്സമല്ല, അത് 9 മണിയിലേക്ക് മാറും. കാരണം മെയിൽ അയച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു രേഖ വരാനുണ്ട് എന്നുള്ളത് ഇതിനോടകം തന്നെ വിവരം ലഭിച്ചു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ 9 മണി വരെ കാത്തു നിൽക്കാം എന്നുള്ളതാണ് അത്രേ ഇതിൻ്റെ ഒരു വ്യവസ്ഥയുള്ളത്. അപ്പോൾ ആ വ്യവസ്ഥ പ്രകാരം 9 മണിക്ക് കാര്യത്തിൽ ഇന്നിപ്പോൾ പോലീസിന്റെ അന്വേഷണ വിഷയത്തിൽ മറ്റൊരു രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണോ സുഗുവിനെ കസ്റ്റഡിയിലെടുത്തത്? അതെ, ഈ കേസുമായി ബന്ധപ്പെട്ട് പി.വി. അൻവർ ഈ 10 പേർ അക്രമാസക്തരായി അകത്തേക്ക് കയറി എന്നുള്ളതാണല്ലോ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ആ സമയത്ത് പി.വി. അൻവർ അവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹം അവിടെ നിന്ന് മാറി നിന്നിരുന്നു. ആ സമയത്ത് ആ മാറിയ കൂട്ടത്തിലായിരുന്നു ഇ.കെ. സുഗു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇ.കെ. സുഗുവിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തി വാങ്ങി എന്നുള്ളതാണ്. അറസ്റ്റ് ചെയ്തു എന്നുള്ളത് രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇ.കെ. സുഗുവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. അതിന്റെ മറ്റ് വിവരങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പ്രതിഷേധത്തിന്റെ ഒരു സ്വഭാവം, അവിടെ പങ്കെടുക്കാനുണ്ടായ കാരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് അറസ്റ്റിലേക്ക് പോയോ എന്നുള്ള കാര്യത്തിൽ ഇ.കെ. സുഗുവിനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പി.വി. അൻവറിന്റെ മോചനത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. 9 മണിവരെ കാത്തിരിക്കാൻ തയ്യാറെന്നത് ജയിൽ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതിനു മുൻപ് ആ ഉത്തരവ് അങ്ങോട്ടേക്ക് എത്തിച്ചാൽ അദ്ദേഹത്തിന് ഇന്ന് തന്നെ പുറത്തിറങ്ങാൻ കഴിയും.